നിന്നിലലിയ രചന ആഷ്ലി. അവതരണം സാലിം കരുള. അതെ, ഞാനൊരു കോഫി കുടിക്കാൻ പോവാം. എൻ്റെ കൂടെ ക്യാൻറ്റീൻ വരെ വാ, നമുക്ക് ഒന്നിച്ചു പോവാം. ക്ലാസ്സിലെ ഇൻ്റർവെൽ സമയത്ത് നിത്യ വന്ന് ബിനുവിനോട് പറഞ്ഞു. അയ്യടി, നീ ഓർഡർ ഇട്ടാൽ ഉടനെ ഞാൻ നിൻ്റെ കൂടെ വരണോ? ഒന്ന് പോവണേ. നിൻ്റെ പിറകെ വരാനേ നീ വേറെ ഒരു ചെക്കന്മാരെ നോക്ക്. ഈ ബിനുവിനെ കിട്ടില്ല എന്നെ. തനിക്കടുത്ത് നിൽക്കുന്ന നിത്യയെ നോക്കി കല്ലിച്ച് പറഞ്ഞുകൊണ്ടവൻ തൻ്റെ ബാഗും ബുക്സും എടുത്ത് പുറത്തേക്ക് പോകാനായി എഴുന്നേറ്റു. അതെ, നിങ്ങളോട് എൻ്റെ പിറകെ വരാനല്ല പറഞ്ഞത്, എൻ്റെ കൂടെ വരാനാ. ഇപ്പോൾ വിനീത് എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാനിപ്പോൾ തന്നെ നീയ ചേച്ചിക്ക് ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുകയെ. പുറകിൽ നിന്നും ഒന്നുറക്കെ നിത്യത് പറഞ്ഞത് കേട്ടത് മുൻപോട്ട് നടന്ന് വിനു ഒന്ന് നിന്നു. എന്നിട്ട് അവൾ തിരിഞ്ഞു നോക്കി. എന്ത് പോട്ടാ, നീ എന്തേ പറഞ്ഞേ? അവൻ മനസ്സിലാകാതെ സംശയത്തോളം അവളോട് ചോദിച്ചതും നിത്യ മുന്നോട്ട് നടന്ന് അവൻ അരികെ വന്നു നിന്ന് തൻ്റെ കയ്യിലുള്ള ഫോൺ അവന് നേരെ നീട്ടി. അതിലെ ഫോട്ടോ കണ്ടതും വിനുവിനെ കണ്ണു തള്ളിപ്പോയി. ആൽഫിയും ശിവയും വിനുവും ഫ്ലാറ്റിൻ്റെ കോഡ് റോഡിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ആൽഫി വിനുവിനെ തോളിലൂടെ കൈയിട്ട് പിടിച്ചിരിക്കുന്നു. ഇതാണ് ആ ഫോട്ടോയിൽ. എൻ്റെ പെർമിഷൻ ഇല്ലാതെ ഇവിടുന്ന് ഇപ്പോൾ വിനീട്ടം പോയാൽ ഈ നിമിഷം ഞാൻ അത് ചേച്ചിക്ക് അയക്കുവേ. അവളൊരു താക്കീത് പോലെ അവൻ നോക്കി പറഞ്ഞതും വിനൊന്നും എന്നിരക്കി. നിധി, ഏടി ഈ ഫോട്ടോ, ഇത് നീയപ്പോ നിനക്കെങ്ങനെ ഇതൊക്കെ? അവനൊന്ന് വിക്കി വിക്കി ചോദിച്ചു. സിമ്പിൾ, നീയ ചേച്ചി ആൽഫി ചേട്ടൻ തമ്മിൽ അത്ര രസത്തിലല്ലെന്ന് ഞാനവിടെ മോളെ കാണാൻ വന്ന ദിവസം എനിക്ക് മനസ്സിലായതാണ്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചത് മറ്റൊന്നാണ്. ചേട്ടനോട് നീയ ചേച്ചിക്ക് ദേഷ്യമുള്ളത് മനസ്സിലാക്കാം. ആ ദേഷ്യം ബിനുവേട്ടനും ആൽഫി ചേട്ടനോട് കാണിക്കുന്നത് സ്വാഭാവികമെന്ന് ചേർക്കാം. എന്നാൽ ഫ്ലാറ്റിൽ നീയേച്ചി അടുത്തുള്ളപ്പോഴെല്ലാം ആൽഫി ചേട്ടനും ബിനുവേട്ടനും പരസ്പരം ഒന്ന് മിണ്ടുക പോയിട്ട് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കത്ത് പോലും ഇല്ല. വിനുവേട്ടൻ എപ്പോഴും മോളും കയറ്റി പിടിച്ച് ആൽഫി ചേട്ടനെ നോക്കും. എന്നിട്ട് നീയേച്ചിയും മോളും മുറിയിൽ കയറിയ സമയം നിങ്ങൾ രണ്ടുപേരും കൂടെ ഫ്ലാറ്റിൻ്റെ വെളിയിൽ പോയി സംസാരിക്കും. ചിലപ്പോൾ ആൽഫി ചേട്ടൻ്റെ കൂട്ടുകാരൻ ശിവേട്ടനുണ്ടാകും. അപ്പോഴൊന്നും വിനുവേട്ടൻ്റെ ചേട്ടനോടൊരു ദേഷ്യമോ പ്രശ്നമോ ഒന്നുമില്ല. അപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് ഇത് ഫുൾ ഉഡായിപ്പാണെന്ന്. നീയ ചേച്ചിയെ പറ്റിക്കാനുള്ള വെറും ഒരു അഭിനയമാണ് നിങ്ങൾക്ക് ആൽഫി ചേട്ടനുള്ള ദേഷ്യം. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. വിനുവേട്ടൻ ആൽഫി ചേട്ടൻ്റെ പിറകെ പാമ്പി ഫ്ലാറ്റിൽ നിന്ന് പോയപ്പോൾ ഞാനും വന്ന് കൂടെ നിങ്ങളറിയാതെ പിന്നെ ഈ ഫോട്ടോസ് എടുത്തു. കയ്യോട് ആളെപ്പൊക്കി നീയേച്ചിയുടെ മുമ്പിലിടുമ്പോൾ തെളിവ് വേണ്ടേ? അങ്ങനെ ഞാൻ എടുത്തത് ഈ ഫോട്ടോസൊക്കെ. നന്നായിട്ടില്ലേ? പിറകിൽ നിന്ന് ഒളിഞ്ഞും മറിഞ്ഞൊക്കെ എടുത്തുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. എങ്കിലും നിങ്ങൾ 3 പേരെയും നന്നായിട്ട് കാണാം. ഇതങ്ങ് ചേച്ചിക്ക് അയച്ചു കൊടുത്താലോ? ഏയ്, അത് വേണ്ട എൻ്റെ പൊന്നു മോളെ, ചതിക്കല്ലേ. ചതിക്കും. പേടിയോടെ ചെക്കൻ പറഞ്ഞതും അവനെ വൃത്തിയായിട്ട് നിളിച്ച് കാണിച്ചു പോയിരുന്നു. അയ്യോ, അങ്ങനെ പറയരുത്. നിനക്കിപ്പോൾ എന്താ വേണ്ടത് പറ. ഞാനിപ്പോൾ കോഫി കുടിക്കാൻ നിൻ്റെ കൂടെ വരണം, അത്രയല്ലേ ഉള്ളൂ. അത് മാത്രം പോരാ, ഇനി എന്നെ കാണുമ്പോഴല്ലേ ഈ മോരുടെ സ്വഭാവം മാറ്റി നല്ല കൊച്ചായിട്ടുകൊണ്ട് മിണ്ടണം, സംസാരിക്കണം, ഒക്കെ ചെയ്യണം. ഏറ്റവും പൊന്നെ പുന്നാറ മോളെ, നീ കിട്ടിയ അവസരം മുതലെടുക്കുവാണല്ലോടി. ഒരു ഇളിയോടെ നിത്യം പറഞ്ഞത് കേട്ട വിനു പല്ല് കടിച്ചുകൊണ്ട് പതിയെ പുരുകൊടുത്തു. അല്ല, താല്പര്യമില്ലേ പറഞ്ഞാൽ മതിട്ടോ, ഞാനിപ്പോൾ തന്നെ ചേച്ചിക്ക് അയക്കാം. വേണ്ട വേണ്ട, അതിനിപ്പോൾ ആരാ താല്പര്യമില്ലെന്ന് പറഞ്ഞത്? എനിക്ക് ഓക്കെയാണ്. വാ, ഇപ്പം തന്നെ നമുക്ക് ക്യാൻറ്റീൻ പോകാം. ഇന്ന് കോഫി എൻ്റെ വക പോരെ? വേറെ വഴിയില്ലെന്ന് കടന്നും അവൾ അനുനയിപ്പിക്കാനെന്ന പോലെ അവൻ പുഞ്ചിരിയോട് പറഞ്ഞു. അങ്ങനെ വഴിക്ക് പോകാൻ വിനുവേട്ടാ. തൻ്റെ മുൻപിൽ നിന്നും പതറി കളിക്കുന്നവനെ കാണെ ചിരി വന്ന് നിത്യം മനസ്സിലോർത്തു. ആ സമയം വല്ലാത്തൊരു ഇഷ്ടം തോന്നി അവനോട് അവൾക്ക്. അല്ല, നീ വരുന്നില്ലേ? വിനു മുൻപോട്ട് നടന്നു തനിക്ക് പിറകിൽ തന്നെ നിൽക്കുന്നവളെ നോക്കി വിളിച്ചു. ആ, ദാ വരുന്നു. അവനെ തന്നെ നോക്കി നിന്നവൾ പെട്ടെന്ന് അവൻ്റെ ചോദ്യത്തിലൊന്ന് ഞെട്ടി മറുപടി കൊടുത്ത് മുൻപോട്ട് ഓടി അവനോടൊപ്പം ചേർന്നു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി ചൂളിക്കമ്പേ, നീ നോക്കിക്കോ. അവളുമായി പോകും വഴി അവളെ നോക്കി പല്ല് കടിച്ച് ദേഷ്യത്തിലും മനസ്സിൽ പറഞ്ഞു വിനു. വേണ്ട വല്യപ്പ, എൻ്റെ കൂടെ ആരും വേണമെന്നില്ല. വല്യപ്പ നാട്ടിലേക്ക് തിരിച്ചു പോക്കോ. കിടന്ന കിടപ്പിൽ മുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ലിയോൺ പതിയെ പറഞ്ഞതും അവൻ്റെ അടുത്തിരുന്ന ജേക്കബ് അവനെ വിഷമത്തോടെ നോക്കി. ബോധം വന്നത് ലിയോണിനെ ICUവിൽ നിന്നും പ്രൈവറ്റ് റൂമിലേക്ക് മാറ്റിയിരുന്നു. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാം. ബാക്കി ട്രീറ്റ്മെൻറ്റൊക്കെ വീട്ടിലാണ്. വീട്ടിൽ പോകുമ്പോൾ ജേക്കബ് കൂടെ നിന്നോളാമെന്ന് പറഞ്ഞതിനെ ലിയോൺ എതിർക്കുകയാണ്. അവനാരും കൂടെ നിൽക്കേണ്ടതാണ് ആവശ്യം. മോനെ ലിയോൺ, ഡോക്ടർ പറഞ്ഞ് നീ കേട്ടതല്ലേ, പഴയതുപോലെ നീ ഇനി എഴുന്നേറ്റ് നടക്കണമെങ്കിൽ കുറച്ച് നാൾ പിടിക്കും. അത് ഒരു പരസഹായം ഇല്ലാതെ എങ്ങനെടാ നീ ഒറ്റയ്ക്ക് ഇവിടെ? നിന്നെങ്ങനെ ഇട്ടേച്ച് എനിക്കെങ്ങനെടാ സമാധാനത്തോടെ നാട്ടിൽ പോകാൻ പറ്റുന്നേ? ജേക്കബ് അവനോട് ചോദിച്ചു. ലിയോൺ അതിന് ഉത്തരം നൽകിയില്ല. നേറുകയായിരുന്നു അവൻ്റെ ഉള്ളിൽ. നീയെ കാണാനായി പുറപ്പെട്ട തനിക്ക് അവൾക്ക് അടുത്തേക്ക് പോലും എത്താനാകാതെ കിടന്നു പോയതോർത്ത് അവന് വല്ലാത്ത മനഃപ്രയാസം തോന്നി.
ആരും പറയാതെ തന്നെ അവൻ അറിയുകയായിരുന്നു തൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം തനിക്ക് ജന്മം തന്നവനായിരിക്കുമോ എന്ന്. സാറില്ല പാപ്പ, വെറുതെ അവനെ നിർബന്ധിക്കണ്ട. ഫിസിയോ ചെയ്യാൻ സഹായത്തിന് ആളെ വെക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലൊരു ഹോം നേഴ്സിനെ കൂടെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവർ രണ്ടുപേരും ഉടനെ തന്നെ എത്തും. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോഴും പിന്നെ വീട്ടിലും ഫുൾ ടൈം ലിയോണൊപ്പം അവരുണ്ടാകും. ജേക്കബിനടുത്ത് നിന്ന് എബി പറഞ്ഞു. അത് കേട്ടതും അയാൾക്ക് സമാധാനം തോന്നി. ഈ അവസ്ഥയിൽ ലിയോണിനെ തനിച്ചാക്കി നാട്ടിലേക്ക് മടങ്ങാൻ അയാൾക്ക് തോന്നിയില്ല. മാത്രമല്ല, ജോണിൻ്റെ പെരുമാറ്റത്തിൽ വല്ലാതെ കലി വന്നിരിക്കുകയാണ് ജേക്കബ്. ജോൺ ലിയോണിനെ മുറിയിലേക്ക് മാറ്റിയെന്നറിഞ്ഞപ്പോൾ ഇന്നലെ ഒന്ന് വന്ന് കണ്ടിട്ട് പോയി. അല്ലാതെ ലിയോണിൻ്റെ യാതൊരു കാര്യങ്ങളും അയാൾ ശ്രദ്ധിച്ചില്ല. പിന്നെ ലിയോണും താക്കിയതുപോലെ പറഞ്ഞു അവൻ ഇനി അയാളെ കാണണ്ട, ഇങ്ങോട്ട് ഇനി കയറ്റി വിട്ടേക്കരുതെന്ന്. ലിയോൺ തല ചെറുതായെന്ന് ചെറിയ സൈഡിൽ നിന്ന് എബിയെ ഒന്ന് നോക്കി. എന്നാൽ പപ്പ ചെന്ന് ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വാ, ഞാൻ ലിയോണോട് പരിക്കാം. ലിയോണിൻ്റെ നോട്ടം മനസ്സിലായതുപോലെ എബി പപ്പയോട് പറഞ്ഞു. എന്നാൽ ഞാനിപ്പോൾ വരാം. നീ ഒരു കാര്യം ചെയ്യ്, അവന് കുറച്ച് കഞ്ഞി കൊടുക്ക്. ഞാൻ പറഞ്ഞിട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല. എബി പറഞ്ഞതിൻ്റെ മറുപടി കൊടുത്ത് ജേക്കബ് എഴുന്നേറ്റതും എബി ലിയോണിൻ്റെ ബെഡിനരികെ ചെയറിലേക്ക് വന്നിരുന്നു. എന്താടാ? എബി അവൻ്റെ കയ്യിൽ തൊട്ട് ചോദിച്ചു. എബി, എനിക്കെന്നെ നിയമോളെ കാണാൻ തോന്നണം. എന്തോ ഇനി അവളെ കാണാൻ പറ്റില്ലെന്ന് പോലെ തോന്നുക എനിക്ക്. തൊണ്ട ഒന്നിടറി അവൻ പറഞ്ഞത് കേട്ടതും എബി വല്ലാണ്ടായി. ഓ, എന്താടാ നീ പറയുന്നേ? നിനക്കൊന്നുമില്ല ലിയോൺ. ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടിയാൽ നീ വേഗം എഴുന്നേൽക്കും. പിന്നെന്താടാ? പിന്നെ നീയാ, അവൾ വരും നിൻ്റെ അടുത്തേക്ക് ഉടനെ. നീ നോക്കിക്കോ. നിനക്ക് പറ്റിയതറിഞ്ഞാൽ അടുത്ത നിമിഷം അവളിങ്ങ് നിൻ്റെ അടുത്തേക്ക് പാഞ്ഞു വരും. നമുക്ക് വരുത്താടാ അവളെ. ലിയോണിൻ്റെ കയ്യിൽ പിടിച്ചൊരു ചിരിയോടെ എബി പറഞ്ഞു. ലിയോണിൻ്റെ കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണുനീരൊലിച്ചിറങ്ങി. അല്ല, ശിവേട്ടൻ്റെ ഓഫീസൊക്കെ അറിയായിരുന്നോ? തൻ്റെ ഓഫീസിന് മുന്നിലെത്തിയതും നീ ആശ്ചര്യത്തോടെ ശിവയോട് ചോദിച്ചു. ഫ്ലാറ്റിൽ നിന്നും ശിവക്കൊപ്പമാണ് അവൾ ഇറങ്ങിയത്. കാറിൽ അവനോടൊപ്പം പോകുമ്പോൾ അവൾ നിറയെ സംസാരിച്ചു. പറഞ്ഞതിൽ മുഴുവനും കുഞ്ഞിപ്പെണ്ണെ പറ്റിയായിരുന്നു. ചിരിയോട് അവനും അതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. നീ പെണ്ണെ, നിൻ്റെ ഓഫീസ് മാത്രമല്ല, നിനക്ക് ഇവിടെ എന്നാ പണിയാണെന്ന് വരെ എനിക്കറിയാം. ശിവ അവളൊന്ന് ഇരുത്തി നോക്കി പറഞ്ഞത് നീയയുടെ മുഖം വന്നു. തനിക്ക് ആ ഓഫീസിൽ വെറും ഒരു ക്ലർക്കിൻ്റെ ജോലിയാണെന്ന് അവൻ അറിഞ്ഞു അവൾക്ക് മനസ്സിലായിരുന്നു. ആ, നീ ഇറങ്ങിക്കോ. ഇനി ഞാൻ പറഞ്ഞോട്ട് വിഷമിക്കണ്ട. പിന്നെ നിൻ്റെ അവിടുത്തെ ജോലിയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത്? നീയൊക്കെ ആകാംക്ഷയായി. അത് നീ ചെല്ലും പറയും. ഇപ്പം മോള് പോ. ഒരു ചിരിയോടെ അവൻ പറഞ്ഞതും അവൾ അവനോട് യാത്ര പറഞ്ഞ് കാറിൽ നിന്നിറങ്ങി. ശിവയുടെ കാർ അകന്നു പോകുന്നത് നോക്കിയിട്ട് അവൾ ഓഫീസിലേക്ക് കയറാനായി തിരിഞ്ഞപ്പോഴാണ് അവിടെ എന്തൊക്കെയോ ജോലി ചെയ്യുന്ന ആളുകൾ അവളെ ശ്രദ്ധിച്ചത്. ആ, നീയാ? താനിത് വന്നോ? പെട്ടെന്ന് പരിചിതമായ ഒരു ശബ്ദം കേട്ടവൾ തിരിഞ്ഞു നോക്കി. ഓ, മനു സാർ. തനിക്ക് അടുത്തേക്ക് വന്ന മനുവിനെ നോക്കി വന്നവൾ പുഞ്ചിരിച്ചു. ഓഫീസിലെ അക്കൗണ്ടൻ്റാണ് മനു. പത്തനംതിട്ടക്കാരൻ. മലയാളി ആയതുകൊണ്ട് തന്നെ നീയുമായി നല്ല അടുപ്പത്തിലാണ്. മോൾക്ക് എങ്ങനെയുണ്ട്? ഇപ്പോൾ കുറച്ച് കുറവുണ്ട് സാർ. എങ്കിലും മുഴുവനായി മുറിവുണങ്ങിയിട്ടില്ല. മനു ചോദിച്ചതിന് അവളൊരു ചെറു ചിരിയോടെ മറുപടി പറഞ്ഞു. അല്ല, എന്താ സാർ ഇവിടെ നടക്കുന്നേ? എന്തെങ്കിലും പണിയാണോ? താനപ്പൊന്നും അറിഞ്ഞില്ലല്ലേ? എടോ, ഈ കമ്പനി പുതിയൊരു ഗ്രൂപ്പ് വാങ്ങി. അവരാണിപ്പോൾ ഏറ്റെടുത്ത് നടത്തുന്നത്. പുതിയ MD വരുന്നതിൻ്റെ കുറച്ച് മെയിൻ്റനൻസ് ഓഫീസിൽ നടക്കുന്നത് അതൊക്കെ. ഓ, എനിക്കറിയില്ലായിരുന്നു. എന്നാ ശരി സാർ, ഞാൻ അകത്തേക്ക് പോട്ടെ സാർ. അല്ല, അത് നീയാ? അവൻ കൂടുതൽ എന്തെങ്കിലും പറയും മുന്നേ നീയെ വേഗം മനുവുമായുള്ള സംസാരം നിർത്തി പെട്ടെന്ന് തിരിഞ്ഞകത്തേക്ക് നടന്നു. അതിന് കാരണമുണ്ട്. 1 കൊല്ലമേ ആവുന്നുള്ളൂ മനുവുമായി പരിചയപ്പെട്ടിട്ട്. എങ്കിലും ഒരു 4 മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവളെ കയറി പ്രപ്പോസ് ചെയ്ത ആളാണ് മനു. തനിക്കിപ്പോൾ കല്യാണത്തിന് താല്പര്യമില്ലെന്നും കുഞ്ഞിനെ പറ്റി മാത്രമേ താനിപ്പോൾ ചിന്തിക്കുന്നെന്നുമൊക്കെ നീ പറഞ്ഞു നോക്കി. എന്നാലും മനു അവളെ വിടുന്ന ലക്ഷണമൊന്നുമില്ലായിരുന്നു. ഉപദ്രവമൊന്നും മനുവെന്നില്ലെങ്കിലും ഇടയ്ക്ക് അവനെയും തന്നെ തേടിയെത്തുന്ന നോട്ടവും അനാവശ്യമായ അവൻ്റെ ഓവർ കെയറിംഗ് ഒക്കെ വല്ലാത്തൊരു അസഹ്യമായി അവൾക്ക് പലപ്പോഴും തോന്നും. നീ വന്നോ? ഞാൻ നീ വരാൻ നോക്കിയിരിക്കായിരുന്നു. നീ വെളിയിലൊക്കെ പഠിച്ച കുട്ടിയല്ലേ, എന്നിട്ട് എന്താ മോളെ അത് മറച്ചു വെച്ചത്? ഓഫീസിനുള്ളിലേക്ക് നീയെ കയറിയതും മല്ലിക ചേച്ചി ഓടി വന്ന് അവളുടെ അടുത്ത് നിന്ന് ചോദിച്ചു. തമിഴിലാണ് അവളുടെ സംസാരം. അത് കേട്ടൊന്ന് നീ ഒന്ന് ഞെട്ടി. ചേച്ചി ഇങ്ങനത്തൊക്കെ അറിഞ്ഞു എന്ന് അവൾ ചിന്തിച്ചു. ശിവനാഥ് മാധവ് എന്നൊരു സാറ് നിന്റെ സർട്ടിഫിക്കറ്റ് മാറ്റി ഇങ്ങോട്ട് മെയിൽ ചെയ്ത് തന്നു. മല്ലിക പറഞ്ഞതും നീയെ ശിവ നേരത്തെ കാറിൽ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇതാണ് ഏട്ടൻ പറഞ്ഞത്. തൻ്റെ ജോലിക്ക് വേണ്ടി ശിവേട്ടൻ ചെയ്തത് ഓർത്ത് അവളൊന്ന് സന്തോഷിച്ചു. എന്തായാലും നിനക്ക് ഭാഗ്യമുണ്ടടി മോളെ. ഞാനത് അപ്പം തന്നെ നമ്മുടെ മാനേജറെ കാണിച്ചു. സാർ അതപ്പം തന്നെ നമ്മുടെ കമ്പനിയുടെ പുതിയ MDക്ക് കൊടുക്കുകയും ചെയ്തു. എന്തായാലും നിനക്ക് ഈ ഓഫീസിൽ തന്നെ നല്ലൊരു പൊസിഷൻ സാറ് തരുമെന്ന് മാനേജർ പറഞ്ഞത്.
സന്തോഷത്തോടെ നീയെ പിടിച്ച് മല്ലിക പറഞ്ഞത് കേട്ടതും അവൾക്ക് സന്തോഷം സഹിക്കാൻ പറ്റിയില്ല. കുറച്ചുകൂടി നല്ല ജോലി കിട്ടിയാൽ അത് തനിക്കിപ്പോൾ നല്ലൊരു ഉപകാരമാകുമെന്ന് അവൾ ഉല്ലാലോർത്തു. പെട്ടെന്നാണ് അവളുടെ ഓഫീസിന് മുന്നിൽ ഒരു BMW കാറ് വന്നു നിന്നത്. ആഹാ, ദാ നമ്മുടെ പുതിയ MD വന്നല്ലോ. മല്ലിക പുറത്തേക്ക് നോക്കി പറഞ്ഞത് നീയും ആകാംക്ഷയോട് അങ്ങോട്ടേക്ക് നോക്കി. എന്നാൽ ആ കാറിൽ നിന്നും ഇറങ്ങിയ ആളെ കണ്ട് അവൾ ഞെട്ടിപ്പോയി. ഈ ഇച്ചായൻ